നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലൻ ഗോമതിയോട് തന്റെ സൺഗ്ലാസിനെ കുറിച്ച് പറയുവാണ്. ഗോമതിക്കാണ് ഭയങ്കര സംശയമായിരുന്നു. കാമുകിമാരാരോ തന്റെ ബാലേട്ടന് കൊടുത്താണ് ആ ഗ്ലാസ് എന്ന്. അപ്പോഴാണ് ബാലൻ ആ കാര്യം പറയണേ. നമ്മൾ ആ സ്പടിക സിനിമ കാണാൻ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് നീ പറഞ്ഞില്ലായിരുന്നോ മോഹൻലാൽ വെച്ച പോലത്തെ ഒരു റേബാൻ ഗ്ലാസ് എന്റെ ബാലേട്ടനും വേണമെന്ന്. പിന്നെ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചെന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗോമതിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നേ. അതോ? അതെ, ആ സൺഗ്ലാസ് തന്നെ ഇതെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഗോമതി വല്ലാതെയായിപ്പോയി. ഗോമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോമതിയുടെ വിചാരം ബാലിന് ഏതോ കാമുകിയുണ്ട്, അപ്പൊ കാമുകി സമ്മാനമായിട്ട് കൊടുത്താണ്, അതാണ് തന്റെ ബാലേട്ടൻ വെച്ചുകൊണ്ട് നടക്കുന്ന എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോഴാണ് ഗോമതിക്ക് ശരിക്കും ഒരു സമാധാനമായത്. പിന്നീട് ബാലൻ കടയിലേക്ക് പോകുന്നുണ്ട്. കടയിൽ ചെന്ന് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് രാമേട്ടൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ബാല ട്രിപ്പും കാര്യങ്ങളൊക്കെ? ബാലൻ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ഇത്ര നന്നായിട്ട് സന്തോഷിച്ച ദിവസങ്ങൾ വേറെ ഇല്ലാന്ന് പറഞ്ഞു. രാമേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ വേണം. അല്ല, ആനന്ദ് എങ്ങനെയുണ്ട്? ആനന്ദിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് ചോദിച്ചു. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോന്നു. അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ട രാമേട്ട ഞാൻ ഇത്ര റിസ്ക് എടുത്ത് പോയത്. ഒന്നിനും ഒരു പിശുക്ക് കാണിച്ചില്ല. കാരണം അവന്റെ മനസ്സ് സന്തോഷിക്കണം. അവൻ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്ന് അറിയാവെന്ന് പറഞ്ഞു. രാമേട്ടൻ പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. അങ്ങനെ അയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വല്ലാത്തൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു, എന്താ ബാല, കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല രാമേട്ടാന്ന് പറഞ്ഞു. ഇതേ സമയം ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ആനന്ദ് മുറിയിലേക്ക് ചെല്ലുവാണ്. ശ്രീദേവി ഭയങ്കര സങ്കടത്തോടെ കൂടെ മുറിയിലിരിക്കുന്നു കണ്ടു. ആനന്ദ് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവി വിളിച്ചു, ആനന്ദേട്ടാന്നും പറഞ്ഞ് വിളിക്കുവാണ്. എന്താന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുവാണ്. അല്ല, അത് പിന്നെ എന്താ, നിനക്ക് എന്തായാലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നെ ആനന്ദ് കൂടുതലൊന്നും പറയാൻ പോയില്ല. ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായി. എന്തെങ്കിലും ഒരു വാക്കെങ്കിലും തന്നോട് സംസാരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ആനന്ദേട്ടൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ ആനന്ദേട്ടൻ ചിലപ്പോൾ മാറ്റം ഉണ്ടായാലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പം പ്രതീക്ഷിക്കേണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. തന്നെ ഈ വീട്ടിൽ നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ആനന്ദേട്ടൻ തന്നോട് മുഖം വീർപ്പിച്ച് പിടിച്ച് തന്നെ നടക്കണേ. തന്നെ മിക്കവാറും തന്നെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവിടും. ഈ കുടുംബത്തിലുള്ളവരുടെ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചതികളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. ശ്രീദേവിക്ക് സങ്കടമായി. ആരോടേലും എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടൻ നേരത്തെ വന്നേ? ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്തിയെ? ആര്യൻ എന്തിയെന്ന് ചോദിച്ചു. അവനിവിടെ ഉണ്ട്, അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആര്യൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, എടാ നീ ആ പാചകക്കാരൻ ഗോപാലേട്ടന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങിയായിരുന്നു എന്ന് ചോദിച്ചു. ഒരു നിമിഷം ആരിനൊന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ചോദിച്ചേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്തൊക്കെയാ ബാലേട്ട പറയണേ? അവൻ എന്തിനാ ഗോപാലേട്ടൻ്റെ ഇന്ന് പണം കടം മേടിക്കുന്നത്? അതിന്റെ ആവശ്യം അവൻ എന്താന്ന് ചോദിച്ചു. അത് നീ നിന്റെ മോനോട് തന്നെ ചോദിച്ചു നോക്ക എന്തിനാന്ന്. എടാ സത്യം പറ, നീ ഗോപാലേട്ടന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയോ? അതിന് മാത്രം നിനക്ക് എന്താ ആവശ്യമാണ് ഇരിക്കുന്നത്? 25,000 രൂപയ്ക്ക് ആവശ്യം. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാന് അവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവൻ എന്തിനാ പണം കടം വാങ്ങിയെന്നറിയാവോ? എന്തിനാടാ? അവൻ പറയില്ല. അവന് ബുദ്ധിമുട്ടാ പറയാനായിട്ട്. അവന്റെ ഭാര്യ ഉണ്ടല്ലോ മിത്രയെ പോലീസ് ട്രെയിനിങ്ങിന്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ കടം വാങ്ങിയ പണമാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കോമതിക്കും വല്ലാതെ ഏപ്പി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അവനോട് ആദ്യമേ തന്നെ പറഞ്ഞ വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലെന്ന്. അപ്പൊ അവൻ അവന്റെ ഭാര്യയെ പോലീസുകാരി ആക്കിയാൽ മതിയാവുള്ളൂ. പറഞ്ഞാൽ അവന്റെ തലയിലേക്ക് കയറത്തില്ല. കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയ സമയത്ത് തോളത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരുന്ന നടന്ന ബാലനല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ സ്വഭാവമൊക്കെ മാറി. ബാലൻ പഴയ ബാലനായിട്ട് മാറുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ 25,000 രൂപ തിരികെ കൊടുത്തോണം. ഇനി ഗോപാലേട്ടനെ കൊണ്ട് എന്നെ വിളിപ്പിക്കാൻ ഇടയാക്കിയേക്കരുത്, അറിയാലോ. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അത് പിന്നെ അച്ഛാ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എവിടുന്നായും ബാലേട്ട പണം ഇരിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ ആര്യനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് പൈസ വേണം ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, വേണ്ട,
ഞാനത് ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞു. ആന്റെ അഭിമാനം സമ്മതിച്ചില്ല ബാലിന്റെ നിന്ന് പണം വാങ്ങാനായിട്ട്. ബാലിനാണെങ്കിലോ നല്ല ദേഷ്യപ്പെട്ടല്ലേ പറയുകയും ചെയ്തത്. ആന്റി ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഇത് കേട്ടോണ്ടാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. മിത്രയ്ക്ക് സങ്കടമായി. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാരിയ, എൻ്റെ ഒരു മാലയുണ്ട്, അത് കൊണ്ട് ആര്യം പണയം വെച്ചോ, അത് പണയം വെച്ചിട്ട് കൊണ്ട് പൈസ കൊടുത്തോളാൻ പറഞ്ഞു. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആര്യൻ എന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ആര്യം പറഞ്ഞു, അത് സാരമില്ല മിത്രേ, പൈസയുടെ കാര്യമില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും റെഡി ആക്കിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് സങ്കടമായി. മിത്ര പറഞ്ഞു, സാരമില്ല, നാളെ ഞാൻ എൻ്റെ മാല തന്നുവിടാന്നൊക്കെ പറയാണ്. കുറച്ച് കഴിഞ്ഞ് മിത്ര പുറത്തേക്ക് ഇറങ്ങിയും മീനു ഉണ്ടായിരുന്നു. മിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മീനുവിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. മിത്രയോട് കാര്യം തിരക്കുവാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ, എന്നിന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, നീ ഇപ്പൊ പറയാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനൊന്നുമില്ല, എങ്കിൽ എന്താന്ന് വെച്ചാൽ പറ. അപ്പോഴാണ് മിത്ര ആ കാര്യം പറയണേ. അതെ, എനിക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ആര്യന് ആ പാചകക്കാരൻ ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ ഇന്ന് അച്ഛനെ വിളിച്ച് ആ പൈസയെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അച്ഛനാ നാളെ തിരികെ കൊടുക്കാൻ പറഞ്ഞേക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ആര്യന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര ഇങ്ങനെ മീനാക്ഷി നോക്കുവാണ്. അവന് പണത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് ചോദിക്കാൻ വരായിരുന്നോ? എന്തിനാ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്? എന്നോട് ചോദിക്കുമായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. അല്ല മീനാക്ഷി ചേച്ചി, ഞാൻ അവനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മിത്ര പോയി ആര്യനെ വിളിച്ചോണ്ട് വന്നു. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, ഞാൻ നിന്റെ ആരടാന്ന് ചോദിച്ചു. എന്താ മീനാക്ഷി ചേച്ചി, അല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ കുടുംബത്തിലെ ആളാന്ന്? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നിനക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ നാട്ടുകാരുടെ ഒക്കെ ചോദിച്ചു നടക്കുന്നോണ്ട് ചോദിച്ചാ, ഈ കുടുംബത്തിലുള്ളവരോട് ഒരു വാക്ക് ചോദിക്കാൻ നിനക്ക് തോന്നിയോ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാൻ മേലായിരുന്നോ? നിനക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിത്രയെ കൊണ്ട് ചോദിപ്പിക്കാൻ മേലായിരുന്നോ? പണത്തിന് ആവശ്യമുണ്ട്, അവളെ ട്രെയിനിങ്ങിന് വിടാൻ പൈസ ഇല്ലെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പൈസ തരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ മീനാക്ഷി അടുത്തിടെ കൈ കാണില്ല എന്ന് കരുതി. എന്ന് കരുതിയിട്ട് നീ അപ്പൊ തന്നെ മറ്റുള്ളവരോട് കടം വാങ്ങിയില്ലേ? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ നീ ആ പണം തിരിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ നിന്റെ ഈ പൈസ ഇല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് കൊടുക്കാനുള്ള പണം ഞാൻ തരാം, നീ നാളെ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, അല്ല അത് വേണോ? ഞാൻ എങ്ങനെയാലും ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ നാളെ പൈസ കൊണ്ട് തരാം, നീ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മീനുവാശി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ആര്യം മിത്രയോട് ചോദിച്ചു, നീ എന്തിനാ മീനു ചേച്ചിയോട് അതിനെക്കുറിച്ച് പറയാൻ പോയെന്ന് ചോദിച്ചു. അല്ല, മീനു ചേച്ചി എന്നോട് ചോദിച്ചു പൈസയുടെ കാര്യം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേന്ന് പറഞ്ഞു. ആന്റി ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം തനിക്കൊരു ആവശ്യം വരുമ്പം സഹായിക്കാനായിട്ട് ഇവരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അവരോടൊക്കെ ചോദിക്കുന്നതിൽ ആരിൻ്റെ മടിയുള്ള കാര്യമാണ് താനും. അതുകൊണ്ടാണല്ലോ ആരിന് ആരോടും പൈസയെ കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരുമെന്നറിയാം, പക്ഷെ ചിലപ്പം തിരിച്ചു മേടിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ആ സമയത്ത് സുകന്യ ധർമ്മന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു പറഞ്ഞു. എന്നാലും ഞങ്ങളെ ഒന്നും കൊണ്ടാ നിങ്ങൾ തന്നെ ട്രിപ്പ് പോയില്ലേന്ന് ചോദിച്ചു. ധർമ്മം പറഞ്ഞു, അതുകൊണ്ട് എന്താ, സന്തോഷമുള്ള നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ ചോദിച്ചു, അല്ല ബാലേണ്ണും എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു. ചെയ്തോന്നോ, ഒന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു പറഞ്ഞു. അതെന്താ, അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് ആനന്ദം കൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി വന്നു. ഗോമതി വന്നിട്ട് അതും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അവിടേക്ക് വന്നു. ഗോമതി വന്ന് ധർമ്മനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ട്രിപ്പിനെ കുറിച്ചൊക്കെ. ധർമ്മൻ പറഞ്ഞു, എൻ്റെ ചേച്ചി, അളിയൻ ഇത്രമാത്രം മാറ്റം ഉണ്ടാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അളിയനെ ആയിരുന്നില്ല, പുതിയൊരാളായിരുന്നു പറഞ്ഞു. പുതിയൊരാളോ? അതെ, ചേച്ചിയൊക്കെ ഒന്ന് വേണ്ടതായിരുന്നു. 10 രൂപ പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അളിയനല്ലായിരുന്നോ? പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. 1000 ഈ ട്രിപ്പിന് വേണ്ടി മുടക്കിയെന്ന് ചോദിച്ചു. 1000? അതെ. അളിയൻ ഒരു പിശുക്കും കാണിച്ചില്ല. നല്ല മുന്തിയ ഹോട്ടല്, നല്ല ഫുഡ്, കാര്യങ്ങള്, പിന്നെ എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പം ഞങ്ങളില്ലാത്തതുകൊണ്ട് ബാലേട്ടൻ അങ്ങോട്ട് അടിച്ചു പൊളിച്ചല്ലേ, കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അയ്യോ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ഇനിയും ഞങ്ങൾക്ക് ഇടയ്ക്ക് ട്രിപ്പ് പോകാനുള്ളതെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, നിങ്ങളെ അങ്ങനെ വിട്ടതുവാ, ഇനി നിങ്ങളല്ല ട്രിപ്പ് പോകുന്നേ, ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ, നിങ്ങൾ വീട്ടിലിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോയി. ധർമ്മനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരി വന്നു. ധർമ്മം മനസ്സിൽ വിചാരിച്ചു, മിക്കവാറും
ഇനിയിപ്പോൾ ആകാശിന്റെ ഫോണിനകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചേച്ചി കാണുവാണെങ്കിൽ തന്റെ ചിരി മായും എന്നുള്ള കാര്യം ധർമ്മന് ഉറപ്പായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.